പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യേ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം എനിക്ക് ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു വചന ശുശ്രൂഷയിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. അതുകൊണ്ട് എത്രത്തോളം ഒരുക്കത്തോടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ദൈവം തന്ന അവസരത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായനയായിട്ട് വായിച്ചു കേട്ടത്. ഈ ഭാഗത്തേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ഈ ആമുഖമായിട്ട് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ്. പല വിധത്തിൽ തലമുറകളെ ചൊല്ലിയുള്ള ഭാരമാണ് ഇന്ന് ഫോൺ വിളിക്കുമ്പോഴെല്ലാം മാതാപിതാക്കൾ ഞങ്ങളോട് പങ്കുവയ്ക്കാറുള്ളത്. അവരുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലി, അവരുടെ ജീവിതത്തിലെ ചില മോശമായിട്ടുള്ള അഡിക്ഷനെ പറ്റി ഒക്കെ ആകുലപ്പെടുന്ന മാതാപിതാക്കൾ, അതുപോലെ സാമ്പത്തിക വിഷയങ്ങൾ, ഭൗതികവും ആത്മീകവുമായ മേഖലയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം ദൈവം സർവശക്തനാണ്. നമ്മളുടെ ഏത് വിഷയത്തെയും തകർത്തു കളയുവാൻ, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ സർവശക്തനായ, ജീവനുള്ള, അത്ഭുതവാനായ ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാം, വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസത്തോടുകൂടെ ചുവടുകൾ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തകർത്തു കളയുവാനായിട്ട് സാധിക്കുമെന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ പലപ്പോഴും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എരിഹോ മതിൽ തകർന്ന് വീഴുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, തലമുറകളുടെ വിഷയങ്ങളിൽ, ജോലി സംബന്ധമായ വിഷയങ്ങളിൽ, കുടുംബ സമാധാനത്തിൻ്റെ വിഷയത്തിൽ ഒക്കെ പലയിടങ്ങളിൽ എരിഹോ മതിലുകൾ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പലപ്പോഴും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, മണിക്കൂറുകൾ എടുത്ത് പ്രാർത്ഥിക്കുന്നു. എരിഹോ മതിൽ തകർന്നു വീഴുവാനായിട്ട് ജീവൻ്റെ വചനങ്ങൾ, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, വാഗ്ദത്ത വചനങ്ങൾ വിളിച്ചു പറയുന്നു. എന്നാൽ എരിഹോ മതിൽ തകർന്നു വീഴുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു മാറ്റവും കാണുവാനായിട്ട് പറ്റുന്നില്ല. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ പലത് കിടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ദുർഘടങ്ങൾ മാറിപ്പോകാതെ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറിപ്പോകാതെ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത് നമ്മളെ അവിശ്വാസത്തിലേക്ക് തള്ളിവിടും. നാം ജീവന്റെ വചനങ്ങളാണ് വിളിച്ചു പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വചനം പറയുന്നെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യമെന്ന് വചനം പറയുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന് വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതം കാണും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അത്ഭുതത്തെ കാണുവാൻ, അല്ലെങ്കിൽ ഈ അത്ഭുതം നടക്കുവാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന ചില മേഖലകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തകർത്ത് പ്രാർത്ഥിച്ചാലും ഈ എരിഹോ മതിലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. വാഗ്ദത്ത ദേശത്ത് എത്തിയാൽ പോലും വാഗ്ദത്ത ദേശത്തിൻ്റെ നന്മ ചിലർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ സമൃദ്ധിയും എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, ആഹാരം കഴിക്കുവാനായിട്ട് പറ്റത്തില്ല. വാഗ്ദത്ത ദേശത്താണ് എല്ലാ നന്മയും ഉണ്ട്, പക്ഷേ വാഗ്ദത്ത ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക്
ഇസ്രായേൽ മക്കളുടെ ജീവിതം പഠിച്ചുകൊണ്ട് മിസ്രൈമിൽ നിന്നുള്ള അവരുടെ കനാൻ ദേശത്തേക്കുള്ള യാത്ര പഠിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എത്ര തന്നെ ആരാധനകളിൽ പങ്കെടുത്താലും നമ്മുടെ ജീവിതത്തിലെ ചില വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകാത്തത് എന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ മിസ്രൈമിൽ ഫറവോന്റെ അടിമത്വത്തിൽ 430 വർഷക്കാലം ആയിരുന്ന ഇസ്രായേൽ ജനം യഹോവയായ ദൈവം മോശയിലൂടെ ഒരു നായകനെ എഴുന്നേൽപ്പിക്കുന്നു. ഇസ്രായേൽ ജനം ആബീബ് മാസത്തിൽ പെസഹയൊക്കെ ആചരിച്ച് രാത്രികാലത്ത് ഈജിപ്തിൽ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം അന്ന് വരെ 430 വർഷക്കാലം ഉണ്ടായിരുന്ന അടിമത്വം അവസാനിക്കുവാനായിട്ട് പോവുകയാണ്. യഹോവയായ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ഈ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരികയാണ്. മോശയുടെ നേതൃത്വത്തിൽ പെസഹ ആചരിച്ച് അവർ അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ആരംഭിക്കുന്നു. വളരെ സന്തോഷത്തിൽ യാത്ര ആരംഭിക്കുന്നു. 3 ദിവസങ്ങൾ യാത്ര ചെയ്ത ശേഷം ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ അടുത്ത് എത്തുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിശ്വാസ ജീവിത യാത്രയെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ കർത്താവിനെ കണ്ടെത്തിയ ദിവസങ്ങളുണ്ടല്ലോ. കർത്താവിനോട് കൂടെ വിശ്വാസ ജീവിത യാത്ര ആരംഭിച്ച ദിവസങ്ങളെ നോക്കിയാൽ ആദ്യം നമുക്ക് ഉണ്ടാകുക അതിയായ സന്തോഷമാണ്, ആത്മസന്തോഷമാണ്. കർത്താവ് നമ്മളെ കരങ്ങളിൽ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സന്തോഷമാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു ചെങ്കടലിൻ്റെ അനുഭവം ഉണ്ടായതുപോലെ വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിലും ഈ ചെങ്കടലിൻ്റെ അനുഭവം ഉണ്ടാകും. നാം ശരിക്കും യഹോവയായ ദൈവത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ തെളിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്തത്? നിങ്ങളുടെ ജീവിതം യഹോവയായ ദൈവത്തിന്, യേശു കർത്താവിന് സമർപ്പിക്കുവാൻ, യേശുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ടാണോ? അതോ ഒരു അഡ്മിഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ? സാമ്പത്തികമായിട്ടുള്ള വിടുതലിന് വേണ്ടിയിട്ടാണോ? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ യഹോവയായ ദൈവത്തെ, യേശു കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ അനുഗമിപ്പാനും കർത്താവിൻ്റെ ശിഷ്യരായിരിക്കാനും നിങ്ങൾ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊണ്ടാണ്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നത്, യേശു കർത്താവിനെ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി എൻ്റെ പാപത്തിനും ശാപത്തിനും പരിഹാരം തന്നതുകൊണ്ടാണ്. ആ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നത്, എൻ്റെ കർത്താവിനെ അനുഗമിക്കുന്നത്, എൻ്റെ കർത്താവിൽ സന്തോഷിക്കുന്നത് എന്ന് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ തെളിയിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിട്ട് കൊണ്ടേ ഇരിക്കും. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആദ്യത്തെ പ്രതിസന്ധി അവർ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുകയാണ്. മിസ്രൈമിൽ നിന്ന് 3 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം തന്നെ മോശയോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, യഹോവയായ ദൈവം തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഈ ചെങ്കടലിൻ്റെ അനുഭവം അനുവദിച്ചത്.
ദൈവം അനുവദിക്കാതെ ദാവീദിനെ ശപിക്കുവാൻ ശിമെയിക്ക് കഴിയുകയില്ലെന്ന് വചനം പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് വച്ചാൽ അവര് വിശ്വസിക്കണം. തങ്ങളുടെ വിശ്വാസ ജീവിത യാത്ര ആരംഭിക്കുകയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണെന്നും തങ്ങളെ വാഗ്ദത്ത ദേശത്ത് കൊണ്ട് എത്തിക്കുമെന്നും ഇസ്രായേൽ ജനങ്ങളുടെ മുൻപിൽ താൻ സർവശക്തനായ ദൈവമാണെന്ന് തെളിയിക്കണമെന്ന് ഈ യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ മോശയോട് അരുളി ചെയ്യുകയാണ്. ഒരു നേരെ യാത്ര ചെയ്തു വന്ന ഇസ്രായേൽ ജനത്തോട് ഒരു ടേണിംഗ് പോയിന്റ് എടുക്കുവാനായിട്ട്, ഒരു തിരിവ് എടുക്കുവാനായിട്ട്, ഒന്ന് തിരിഞ്ഞ് യാത്ര ചെയ്യുവാനായിട്ട്, ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് പാളയം ഇറങ്ങുവാനായിട്ട് യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. മോശ അത് അനുസരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദൈവമാണ് ഈ ചെങ്കടലിൻ്റെ അനുഭവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അനുവദിച്ചത്. അവർ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തങ്ങൾ ഉപേക്ഷിച്ചു വന്ന ശത്രുക്കൾ അവരെ പിന്തുടരുന്നതാണ് ഇസ്രായേൽ മക്കൾ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ മിസ്രൈമ്യര് ഇസ്രായേൽ ജനത്തെ പിടിക്കുവാനായിട്ട് പിന്തുടർന്ന് വരുന്നത് കണ്ടിട്ട് ഇസ്രായേൽ ജനം ഭയപ്പെട്ടു പോകുന്നു. അവര് മോശയോടും യഹോവയായ ദൈവത്തോടും പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വരുമ്പോൾ, ഓരോ വിശ്വാസ ജീവിതത്തിൽ ഓരോ ആത്മിക വർധനവിൻ്റെ ഘട്ടം കടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരീക്ഷകളെ നേരിട്ട് ജയിച്ചേ മതിയാവൂ. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് പാസ്സാകണമെങ്കിൽ ഒരു പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രമോഷൻ കിട്ടൂ എന്ന് പറയുന്നത് പോലെ ആത്മിക വർധനവിലേക്ക് കടക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് പാസ്സായേ മതിയാവുകയുള്ളൂ. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ചെങ്കടൽ മുന്നിൽ നിൽക്കുകയാണ്. അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങോട്ട് ഓടിപ്പോകണമെന്ന് തീരുമാനം എടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെ അനുസരിക്കണമോ? ദൈവം പറഞ്ഞ ദൂത് അനുസരിക്കണമോ? ഈ പ്രതിസന്ധിയെ നേരിടണമോ? അതോ പുറകോട്ട് ഓടിപ്പോയി ശത്രുവിൻ്റെ അടിമയായി തുടർന്നുള്ള കാലം ജീവിക്കണമോ? അതോ ഈ പ്രതിസന്ധിയെ ചവിട്ടി മെതിച്ചുകൊണ്ട് ദൈവം തുറക്കുന്ന വഴിയിലൂടെ, ദൈവം ഒരു വഴി ഉറപ്പായിട്ടും തുറക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോകണമോ? ഈ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ പരീക്ഷയിൽ ഇസ്രായേൽ ജനം തോറ്റുപോയി എന്ന് നമുക്കറിയാം. അവര് ദൈവത്തെ നോക്കി, മോശയെ നോക്കി പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ദൈവത്തെ നോക്കി പിറുപിറുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയാമോ? നാം ദൈവത്തെ അനുഗമിച്ചത് എന്തോ നേട്ടത്തിന് വേണ്ടിയാണ്, എന്തോ നന്മ ലഭിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് നാം ദൈവത്തെ അനുഗമിച്ചത്. എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നാം ദൈവത്തെ അനുഗമിച്ചത്. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തെ നോക്കി നാം പിറുപിറുക്കുന്നത്. ദൈവമേ, നീ എന്നെ കൊല്ലുവാനാണോ ശത്രുവിൻ്റെ മുൻപിൽ കൊണ്ട് ഇട്ടേക്കുന്നത്? അല്ലെങ്കിൽ ഈ ചെങ്കടലിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തിയത്? ഈ ദുർഘടം എൻ്റെ ജീവിതത്തിൽ വരുത്തിയത് എന്നെ കൊല്ലുവാനാണോ എന്ന് നമ്മൾ പിറുപിറുക്കുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, ദൈവത്തെ അനുഗമിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ചില ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോകണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. എന്നാൽ ഇവിടെ മോശ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് അനുസരിച്ചു. മോശ ചെങ്കടലിലേക്ക് വടി നീട്ടുമ്പോൾ ചെങ്കടല് രണ്ടായി വിഭാഗിക്കപ്പെടുന്നു. ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനം കടന്ന് മറുകരയിലേക്ക് പോകുന്നതായിട്ട് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
വചനത്തിൽ ആഴമായിട്ട് പുറപ്പാട് പുസ്തകം 14 അധ്യായം നിങ്ങൾ ഭവനങ്ങളിൽ പോയി വായിച്ചു നോക്കിയാൽ ആ ചെങ്കടൽ കടക്കുവാനായിട്ട് എന്തെല്ലാം പ്രൊട്ടക്ഷനാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതെന്ന് 14 അധ്യായം 14 മുതൽ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രു ഇസ്രായേൽ ജനത്തെ തൊടാതിരിക്കുവാനായിട്ട് ദൈവം എന്തെല്ലാം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് അവരെ ചെങ്കടലിലേക്ക് ഇറക്കി വിടുന്നതെന്ന് 15 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് പരിഹരിക്കാനാവാത്ത ഒരു വിഷയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മെ തൂക്കിയെടുത്ത് ഒരു പ്രതിസന്ധിയുടെ മുമ്പിലേക്ക് ഒറ്റയ്ക്ക് എറിഞ്ഞു കൊടുത്തു എന്നാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ദൈവം ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കുന്നത്. നമുക്ക് ആത്മകണ്ണ് ആവശ്യത്തിന് തുറന്നിരിക്കാത്തത് കൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് നാം ദൈവത്തെ അവിശ്വസിച്ച് പോകുന്നത്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ചെങ്കടലിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് യഹോവയായ ദൈവം എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് വഴികാട്ടിയായിട്ട് മുൻപേ പോയിരുന്ന ദൈവദൂതൻ ഇസ്രായേൽ മക്കളുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മിസ്രൈമ്യ സൈന്യം ഇസ്രായേൽ ജനത്തെ ഇനി തൊടണമെങ്കിൽ ഈ ദൂതനെ മറികടന്നല്ലാതെ ഇസ്രായേൽ ജനത്തെ തൊടുവാനായിട്ട് ഈ മിസ്രൈമ്യ സൈന്യത്തിന് സാധിക്കത്തില്ല. ദൂതൻ അവർക്ക് മധ്യേ നിൽക്കുന്നു. അതുപോലെ ഈ ശത്രുവിൻ്റെ മുൻപിൽ രാത്രി ഇരുട്ടിൻ്റെ അനുഭവം കൊടുത്തിട്ട് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ പകൽ പോലെ രാത്രിയെ വെളിച്ചമാക്കി കൊടുക്കുന്നതായിട്ട് തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെ ആരെന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകുന്നവരായിട്ടുണ്ടെങ്കിൽ വചനം നിങ്ങളോട് പറയുന്നു, ഈ പ്രതിസന്ധിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ, യേശു കർത്താവിൻ്റെ കയ്യിൽ ഒരു പരിഹാരം ഉണ്ട്. ശത്രു നിന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാനായിട്ട് അവൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറുവാൻ എന്തിനാണോ ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ആ വാഗ്ദത്തം നിറവേറാതെ നീ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. നിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരുമെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വസിക്കുക, നിങ്ങൾ സുഖത്തിലിരിക്കുന്നതിനേക്കാൾ സംരക്ഷണം യഹോവയായ ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്നത് നിങ്ങളുടെ കഷ്ടതയുടെ കാലത്താണ്. നിങ്ങൾ പ്രതിസന്ധിയെ നേരിടുമ്പോഴാണ്, ചെങ്കടലിനെ നേരിടുമ്പോഴാണ് ഏറ്റവും വലിയ ദൂതസഞ്ചയം നിങ്ങൾക്ക് കാവലായിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുകയാണ്, നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ തോറ്റു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് സ്വർഗം നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്ര തുടരുകയാണ്. അവരുടെ ജീവിതത്തിൽ ചെങ്കടലിൻ്റെ അനുഭവം മാറിപ്പോയി. ശത്രു ചെങ്കടലിൽ ചത്തൊടുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് യഹോവയായ ദൈവത്തെ മോശ അനുസരിച്ചതുകൊണ്ട് ഒരു കൂട്ടം ശത്രുക്കൾ എന്നേക്കുമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെങ്കടലിൽ മിസ്രൈമ്യ സൈന്യം മുഴുവനും ചത്തൊടുങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ദൂത് പറഞ്ഞാൽ ആര് വന്ന് പ്രലോഭിപ്പിച്ചാലും മാറാതെ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരു പുതുവഴി, ഒരു ഉണങ്ങിയ നിലം നിങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീരുക തന്നെ ചെയ്യും. ആ ഉണങ്ങിയ നിലത്തുകൂടെ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിങ്ങൾ മറുകരയിലേക്ക് നടന്നു പോകുവാനായിട്ട് ഇടയായി തീരും.
പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനവും മോശയും യഹോവയായ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. യഹോവയായ ദൈവത്തിന് സ്തോത്രഗാനം പാടുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മയെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഒരു നന്മ ചെയ്താൽ ദൈവത്തിന് നന്ദി പറയുവാൻ, സ്തോത്രം പറയുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇസ്രായേൽ ജനവും ദൈവത്തെ ആരാധിക്കുന്നു, സ്തോത്രഗാനം പാടുന്നു. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ അനുഭവം വരുന്നു. ശൂർ മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ ജനത്തിന് 3 ദിവസക്കാലം വെള്ളം കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും പല പരീക്ഷയുടെ അനുഭവങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ വീണ്ടും അവരുടെ ജീവിതത്തിൽ പരീക്ഷ വന്നത്, ടെസ്റ്റ് വന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ ആദ്യത്തെ പരീക്ഷയിൽ, ആദ്യത്തെ ടെസ്റ്റിൽ തോറ്റുപോയി. ഇസ്രായേൽ ജനത്തിന് ആദ്യത്തെ പരീക്ഷ ജയിക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ യഹോവയായ ദൈവത്തോടും മോശയോടും പിറുപിറുക്കുവാനായിട്ട് ഇടയായി തീർന്നു. രണ്ടാമത്തെ അനുഭവത്തിൽ ശൂർ മരുഭൂമിയിൽ വെച്ച് വെള്ളമില്ലാതെ ഇസ്രായേൽ ജനം നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ സമയത്ത് അവർ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തെത്തിയെങ്കിലും അവിടെ മാറായുടെ അനുഭവം, കയ്പിൻ്റെ അനുഭവമാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ കയ്പിൻ്റെ നിരവധി അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകും. എന്നാൽ എങ്ങനെയാണ് ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം, കർത്താവിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ വിളിച്ചു പറയുവാനാണോ നാം ശ്രമിക്കുന്നത്? എന്നാൽ ഇവിടെ ഇസ്രായേൽ ജനം ഇവിടെയും മോശയുടെ നേരെയും യഹോവയായ ദൈവത്തിൻ്റെ നേരെയും പിറുപിറുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി നിരവധിയായിട്ടുള്ള പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് തിരിച്ചറിയുക, നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസം മുറുകെ പിടിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ള് ഉലയുകയാണ്. നിങ്ങൾ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പരീക്ഷകളിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നിങ്ങൾ എപ്പോഴാണോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉറപ്പുള്ള, ധൈര്യമുള്ള ഒരു വിശ്വാസിയായി മാറുന്നുവോ, ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷകൾ അവസാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം, ആത്മസന്തോഷത്തിൻ്റെ നല്ല കാലം ആരംഭിക്കുവാനായിട്ട് തുടങ്ങും. ഇവിടെ ഇസ്രായേൽ ജനം വീണ്ടും യഹോവയായ ദൈവത്തോട് പിറുപിറുക്കുന്നു. എന്നാൽ ദൈവം അവരോട് ക്ഷമിക്കുന്നു. അവർക്ക് കയ്പിൻ്റെ ജലം മാറ്റി മധുരമുള്ള ജലം കുടിക്കുവാനായിട്ട് കൊടുക്കുന്നു. നമുക്ക് ആ 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. തുടർന്നും ഇസ്രായേൽ ജനം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. നമുക്ക് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ഈ യാത്ര ഈജിപ്തിൽ നിന്നുള്ള, മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്ര നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ജീവിതത്തിൽ പിറുപിറുപ്പിൻ്റെ അനുഭവമാണ് ഉണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് നടക്കുവാൻ വൈകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പഠിച്ചു നോക്കിയാൽ മിസ്രൈം ദേശത്ത് നിന്ന് കനാൻ ദേശത്ത് വരെ യാത്ര ചെയ്യുവാനായിട്ട് ഏകദേശം 250 മൈൽ ദൂരമാണ് ഇസ്രായേൽ ജനത്തിന് സഞ്ചരിക്കേണ്ടത്. ഒരു 7 മുതൽ 11 ദിവസം കൊണ്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് ഈ ദൂരം കടന്നു പോകുവാനായിട്ട് സാധിക്കും. എന്നാൽ തീരെ അവശരാണ്, അല്ലെങ്കിൽ വലിയ ഒരു കൂട്ടമാണ് മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നത്. എങ്ങനെ സഞ്ചരിച്ചാലും ഒരു 30 മുതൽ 45 ദിവസം കൊണ്ട് ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത ദേശത്ത് കാൽ ചവിട്ടുവാനായിട്ട് സാധിക്കും. എന്നാൽ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, 40 വർഷക്കാലം എടുത്തിട്ടാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് കാൽ ചവിട്ടുവാൻ ഇടയായി തീർന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള പിറുപിറുപ്പിൻ്റെ അനുഭവം, അവരുടെ ജീവിതത്തിലുള്ള അവിശ്വാസത്തിൻ്റെ അനുഭവം. ഈ കാരണം കൊണ്ട് ഇസ്രായേൽ ജനം നിരവധി തവണ പല സ്ഥലങ്ങളിൽ വട്ടം ചുറ്റുവാനായിട്ട് ഇടയായി തീർന്നു.
നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, നമ്മുടെ നാവാണ് നമ്മളെ ഏറ്റവും അധികം ചതിക്കുന്നതും വാഗ്ദത്തത്തിൽ എത്തുന്നതിന് തടസ്സം നിൽക്കുന്നതും. അവിശ്വാസം പറയുവാനായിട്ട് ഏറ്റവും അധികം നമ്മളെ ഇടയാക്കുന്നതും നമ്മുടെ നാവാണ്. ദൈവത്തെ നോക്കി പലപ്പോഴും പിറുപിറുക്കും, നമ്മളോട് തന്നെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ വിളിച്ചു പറയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല അനുഗ്രഹങ്ങൾ വഴിമാറിപ്പോകുവാനായിട്ട് അല്ലെങ്കിൽ വലിയ കാലതാമസം നേരിടുവാനായിട്ട് ഇടയായിത്തീരും. അതിനും നമ്മൾ ദൈവത്തെ കുറ്റം പറയും. ദൈവരാജ്യത്തിന് ഒരു വ്യവസ്ഥയുണ്ട്, ദൈവത്തിന് ഒരു ക്രമമുണ്ട്. നിങ്ങൾ എത്ര പിറുപിറുത്താലും നിങ്ങൾ എത്തേണ്ട ആത്മിക നിലവാരത്തിൽ, നിങ്ങൾ എത്തേണ്ട ഉറപ്പിൽ, വിശ്വാസത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ മേൽ അത്ഭുതം കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ കാലതാമസം നേരിട്ട് കൊണ്ടേ ഇരിക്കും. ഉറപ്പോടെ ധൈര്യത്തോടെ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മിസ്രൈമിൻ്റെ അനുഭവം മാറിപ്പോകും, എരിഹോവിൻ്റെ അനുഭവം മാറിപ്പോകും. അത്ഭുതം കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത അവർ സീൻ മരുഭൂമിയിലേക്ക് എത്തിച്ചേരുകയാണ്. സീൻ മരുഭൂമിയിലെത്തുന്ന ജനം അവർ ദൈവത്തോട് വീണ്ടും നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് അവർ പിറുപിറുക്കുകയാണ്. അവർ ആഹാരത്തെ ചൊല്ലി ദൈവത്തോട് നിലവിളിക്കുകയാണ്. 430 വർഷക്കാലം മിസ്രൈമിൽ കഠിനമായിട്ടുള്ള അടിമത്വ വേലയിലായിരുന്ന ജനം, നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം ദൈവത്തോടും മോശയോടും പിറുപിറുക്കുകയാണ്. മിസ്രൈമിൽ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ സമീപത്ത് ആയിരുന്നു, ഒത്തിരി നന്മകൾ ഞങ്ങൾക്ക് മിസ്രൈമിൽ ഉണ്ടായിരുന്നു. ചിറ്റുള്ളിയും ഇറച്ചിക്കലങ്ങളുടെയും സമീപത്തായിരുന്ന ഞങ്ങളെ നീ പട്ടിണി കിടക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് മോശയെ നോക്കി പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവം അവർക്ക് ആവശ്യമായ മന്നയും കാടപ്പക്ഷിയും എല്ലാം തുറന്നു കൊടുക്കുന്നത് നമ്മൾ ഈ ഭാഗത്ത് ഈ അധ്യായത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഇതേ പിറുപിറുപ്പിൻ്റെ അനുഭവമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഉള്ളങ്ങളെ പരിശോധിച്ച് നോക്കിയിട്ട് ഈ പിറുപിറുപ്പ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ അനുഗ്രഹത്തിന് അത് വലിയ തടസ്സമായിരിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉള്ള ഒരു ചിന്തയാണ് കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞ് നോക്കുക എന്നുള്ളത്. 1 മണിക്കൂർ സമയം നമുക്ക് വെറുതെ ഇരിക്കുവാനായിട്ട് കിട്ടിയാൽ നമ്മൾ കഴിഞ്ഞ കാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കും. പലപ്പോഴും നമുക്ക് സങ്കടമാണ്. നമ്മൾ ഇന്ന് ദൈവത്തോടു കൂടെ നടക്കുന്നു, എത്രത്തോളം ആത്മീക വർധനവിലായിരിക്കുന്നു, ആത്മസന്തോഷത്തിലായിരിക്കുന്നു, ഇതൊന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ കാണുന്നത് നമുക്ക് ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ചില കടഭാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പണ്ട് വലിയ വീട്ടിൽ, നല്ല വീട്ടിൽ താമസിച്ചിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് നിങ്ങളായിരുന്നത് സാത്താൻ്റെ അടിമത്വത്തിലായിരുന്നു. മിസ്രൈമിൽ നിങ്ങളായിരുന്നപ്പോൾ ദൈവത്തെ കണ്ടെത്താത്ത കാലം നല്ല കാലമായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും. വലിയ ദുർഘടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാലഘട്ടങ്ങൾ നമുക്ക് നല്ലതായിട്ട് അനുഭവപ്പെടും. ആ കാലഘട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ പ്രിയ വിശ്വാസികളെ, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ മാത്രം ഓർക്കുക. സാത്താൻ നിങ്ങളെ അടിമത്വത്തിലാക്കിയിരുന്ന ദിവസങ്ങളെ ഓർത്തിട്ട്, ആ നന്മകളെ ഓർത്തിട്ട് അത് ബന്ധനത്തിൻ്റെ കാലമായിരുന്നു എന്ന് തിരിച്ചറിയുക. ദൈവം ചെയ്ത നന്മകളെ, എത്രത്തോളം വിടുതൽ നമ്മുടെ ജീവിതത്തിൽ തന്നോ, നിത്യരാജ്യത്തിന് നമ്മളെ അവകാശികളാക്കുവാൻ ദൈവം നമ്മളെ കരങ്ങളിൽ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ ഒരിക്കൽ കർത്താവിനോട് കൂടെ അത്താഴം കഴിക്കേണ്ടവരാണ്. ഈ ഒരു നന്മ എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? ഇത്തിരി സാമ്പത്തികം നഷ്ടപ്പെട്ടാൽ, കടഭാരം വന്നു പോയാൽ, തലമുറകൾ ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയാൽ എന്തിനാണ് നമ്മൾ നിലവിളിക്കുന്നത്, ഭാരപ്പെടുന്നത്? ദൈവത്തെ നോക്കി
പിറുപിറുക്കുന്നത്. പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പിന്നെ നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിന്റെ കടഭാരം മാറ്റിത്തരുവാൻ ദൈവത്തിന് ഒരു വാക്കു മതി. സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് ആവശ്യത്തിലധികം നിനക്ക് തുറന്നു തരുവാനായിട്ട് യഹോവയായ ദൈവം സമർത്ഥമായിട്ട് നിന്നെ പോറ്റുവാനായിട്ട് തയ്യാറായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് ദൈവത്തെ നോക്കി പിറുപിറുക്കുന്നത്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ മാത്രം നമുക്ക് കഴിയത്തുള്ളൂ. അത്രയേറെ മഹൽ ഭാഗ്യമാണ്, ശ്രേഷ്ഠ പദവിയാണ്, രാജകീയ പുരോഹിത വർഗമാക്കിയാണ് ദൈവം നമ്മെ ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുത്ത് വച്ചിരിക്കുന്നതെന്ന ഒറ്റ കാര്യം ഓർത്താൽ, അതിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തെ ഈ വിധത്തിൽ ദൈവം ചെയ്ത നന്മയെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി ഉള്ളം തുറന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയും കരുണയും ആയുഷ്കാലം എല്ലാ സമൃദ്ധിയും പിന്തുടരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു. പലപ്പോഴും നമ്മളിത് മറന്നു പോകുന്നു. അതുകൊണ്ടാണ് അടിമത്വത്തിൻ്റെ കാലമോർത്ത് ഇസ്രായേൽ ജനം പരിതപിക്കുന്നത് പോലെ സാത്താൻ്റെ ബന്ധനത്തിലായിരുന്ന കാലത്തെ ഓർത്ത് നമ്മൾ പലപ്പോഴും നിലവിളിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ചെങ്കടൽ കടന്നു, എങ്ങനെയൊക്കെയോ കടന്നു, പിറുപിറുത്ത് കടന്നു. അത് കഴിഞ്ഞ് ശൂർ മരുഭൂമിയിൽ വന്നു, സീൻ മരുഭൂമിയിൽ വന്നു, പിന്നെയും രഫീദീമിലേക്ക് വന്നു. ഇവിടെ എല്ലാം ഇസ്രായേൽ ജനം മോശയോടും ഇസ്രായേൽ ജനത്തോടും നിരന്തരം പിറുപിറുക്കുകയും ദൈവത്തെ ദുഃഖിപ്പിക്കുകയും തങ്ങളെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ ഓരോ പ്രതിസന്ധി വരുമ്പോഴും മറന്നു പോകുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം ഒടുവിൽ വാഗ്ദത്ത ദേശത്തിന് തൊട്ടടുത്തായിട്ട് കാദേശ് ബർണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി 11 ദിവസം കൂടെ യാത്ര ചെയ്താൽ വളരെ അടുത്താണ്, വേഗത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർക്ക് കടക്കുവാനായിട്ട് സാധിക്കും. അവിടെ വന്ന് ഈ ജനം പാളയമിറങ്ങി. കാദേശ് ബർണയിൽ ഇസ്രായേൽ ജനം വന്ന് പാളയമിറങ്ങി. യഹോവയായ ദൈവം ഇതുവരെ നടത്തിയത് അവർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ വാഗ്ദത്ത ദേശം അവർക്ക് വാഗ്ദത്തമായിട്ട് യഹോവയായ ദൈവം തുറന്നു കൊടുത്തിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. കാദേശ് ബർണയിൽ വച്ച് ഇസ്രായേൽ ജനം ഒരു തീരുമാനമെടുക്കുന്നു. വാഗ്ദത്ത ദേശത്തെ ഒറ്റുനോക്കുവാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ വ്യക്തി വീതം 12 പേരെ അയക്കുവാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേശം പോയിട്ട് ഒറ്റുനോക്കുക. ആ ദേശത്ത് ബലഹീനരാണോ ബലമുള്ളവരാണോ വസിക്കുന്നത്? ദേശം എങ്ങനെയുള്ള ദേശമാണ്? നല്ലതാണോ ആകാത്തതാണോ? ഇതാണ് അവർക്കറിയേണ്ടത്. 12 പേര് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തിട്ട് എസ്കോൾ താഴ്വര കടന്ന് പോയി ചെന്ന് ദേശം ഒറ്റുനോക്കുകയാണ്. ദേശത്തിലെ ജനം ബലവാന്മാരാണോ ബലഹീനരാണോ? അവിടെ ഒത്തിരി ജനമുണ്ടോ അതോ കുറച്ച് ജനമേ ഉള്ളോ? സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കിത് കാണുവാനായിട്ട് സാധിക്കും. ദേശം നല്ലതാണോ ആകാത്തതാണോ? ദേശത്തിൽ പാളയങ്ങളാണോ കോട്ടകളാണോ ഉള്ളത്? ദേശം പുഷ്ടിയുള്ളതാണോ പുഷ്ടി ഇല്ലാത്തതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് 12 പേരെ മോശയോട് ഇസ്രായേൽ ജനം ആവശ്യപ്പെടുന്നതനുസരിച്ച് ദേശം ഒറ്റുനോക്കുവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് തിരിഞ്ഞാലോചിച്ച് നോക്കിയേ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം ചെയ്താൽ അവൻ അത് നിറവേറ്റി തരത്തില്ലേ? ദൈവം പറഞ്ഞതാണ്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് വാഗ്ദത്തം ചെയ്തതാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഏത് വന്മതിൽ വന്ന് മുന്നിൽ നിന്നാലും അതിനെ തകർത്ത് ആ വാഗ്ദത്ത ദേശത്തെ ഇസ്രായേൽ ജനത്തിന് സ്വന്തമായിട്ട് കൊടുക്കുവാൻ യഹോവയായ ദൈവത്തിന് സാധിക്കും. എന്നാൽ കാദേശ് ബർണയിൽ നിന്ന് അവർ അവിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. അവിടെ പോയിട്ട് സ്വന്തം
സ്വന്തം ബലത്തിൽ ദേശത്തെ കീഴടക്കാനാ പോകുന്ന മട്ടിൽ അവർ ദേശത്തിലെ ജനം ബലഹീനരാണോ, ബലമുള്ളവരാണോ, ദേശം സമൃദ്ധമാണോ, സമൃദ്ധിയില്ലാത്തതാണോ, ഇങ്ങനെയൊക്കെ അസസ് ചെയ്യുവാനായിട്ട് 12 പേരെ ആ ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് നിങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമർത്ഥമായിട്ടുള്ള ഒരിടത്ത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ജോലി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ദൈവശബ്ദത്തെ, ദൈവത്തിൻ്റെ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവർക്കുള്ളതാണ് അത്ഭുതം. ബുദ്ധി ഉപയോഗിച്ച് ചോദ്യം ചെയ്യുന്നവർക്കുള്ളതല്ല ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം തെറ്റുകയാണ്. ആ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വീണ്ടും എടുക്കുന്നു. അവർ ആ ജനത്തെ, എത്ര മല്ലന്മാർ കനാൻ ദേശത്ത് ഉണ്ടെങ്കിലും അവരെ തോൽപ്പിച്ച് ദേശം പിടിച്ചടക്കുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ ശക്തി കൊടുക്കുവാനായിട്ട് യഹോവയായ ദൈവത്തിന് സാധിക്കും. ഇത് തിരിച്ചറിയാതെ ഇസ്രായേൽ ജനം ദേശം ഒറ്റുനോക്കുവാനായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൊണ്ട് പോലും ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഒരു എരിഹോ മതിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ വിശ്വസിക്കുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അവൻ വാക്കുമാറാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. നമ്മെപ്പോലെ അല്ല. അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. അവൻ വാക്ക് മാറുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ കാരണമാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസം കാരണമാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നതെന്ന് ദയവായിട്ട് തിരിച്ചറിയുക. ദൈവത്തെ നോക്കി പിറുപിറുക്കാതിരിക്കുക. സ്വന്തം ഉള്ളത്തിലേക്ക് നോക്കുക. എവിടെയാണ് കുറവ്, എവിടെയാണ് അവിശ്വാസം, എന്താണ് തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുക. ശത്രു ഓടിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാനായിട്ട് സാധിക്കും. ദേശം, കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് പോയ ഇസ്രായേൽ ജനം 12 വ്യക്തികൾ ആ ദേശം ഒറ്റുനോക്കുവാനായിട്ട് പോകുകയാണ്. അവർ എസ്കോൾ താഴ്വരയിലൂടെ കടന്നു ചെന്ന് ഒരു മലയിൽ കയറി നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാനാണ് ഇസ്രായേൽ ജനം പറഞ്ഞ് അയച്ചിരിക്കുന്നത്. 12 പേരും ഈ അഭിഷേകത്തിൻ്റെ മലയൊക്കെ കയറി. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അതിഭീകര വിശ്വാസവും ഒക്കെ വിളിച്ചു പറയുന്നവരാണ്. വചനം ജീവനുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ഇസ്രായേൽ ജനം അയച്ച 12 പേരും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഒരുപോലെ കണ്ടവരാണ്. ചെങ്കടൽ 2ആയി മാറിപ്പോകുന്നത് നോക്കി കണ്ടതാണ്. ജീവനുള്ള ദൈവം പ്രവർത്തിക്കുന്ന സകല അത്ഭുതങ്ങളും കണ്ട 12 പേരാണ് കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് കടന്നു പോകുന്നത്. 12 പേരും അഭിഷേകത്തിൻ്റെ മലയൊക്കെ കയറി നിന്ന് കനാൻ ദേശത്തെ ഒരുപോലെ കാണുകയാണ്. 12 പേരും ഒരുപോലെ നോക്കി, ഒരേ കണ്ണുകൊണ്ട് നോക്കി. എന്നിട്ട് അവിടെ കണ്ട സമൃദ്ധമായ സാധനങ്ങൾ, മാതളവും മുന്തിരിക്കുലയും ഒക്കെ എടുത്തുകൊണ്ട് അവർ തിരിച്ച് ഇസ്രായേൽ പാളയത്തിലേക്ക്, കാദേശ് ബർന്നയിലേക്ക് മടങ്ങി വരികയാണ്. ഇവർ മടങ്ങി വന്നിട്ട് 12 പേരും കണ്ടതിനെക്കുറിച്ച്, ദേശത്ത് കണ്ടതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 12 പേരും ഒരേ ദേശത്തെയാണ് കണ്ടത്. എന്നാൽ 10 പേര് ജഡത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ 2 പേര് യോശുവയും കാലേബും മാത്രം ആത്മകണ്ണുകൊണ്ട് നോക്കി. അതുകൊണ്ട് അവർക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയുവാനായിട്ട് സാധിച്ചു. 10 പേര് മടങ്ങി വന്ന് ഇസ്രായേൽ പാളയത്തിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെയുള്ള മനുഷ്യർ വലിയ മല്ലന്മാരാണ്. അനാക്യ മല്ലന്മാരെ കണ്ടു ഞങ്ങൾ അവിടെ അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളെ വെട്ടുകിളികളെ പോലെ തോന്നി എന്ന്. ദൈവം പറഞ്ഞതൊക്കെ ശരിയാണ്. ദേശം വാഗ്ദത്ത ദേശം, പാലും തേനുമൊക്കെ ഒഴുകുന്ന ദേശമാണ്, അതിൽ സംശയമില്ല. പക്ഷെ അവിടെ മല്ലന്മാരായ ആളുകളുണ്ട്. അവരെ തോൽപ്പിച്ച് നമുക്ക് ആ ദേശം പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ അവരുടെ മുൻപിൽ വെറും വെട്ടുകിളികളാണെന്ന് 10 പേര് ജഡത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതിനെ നോക്കിയ, ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്തെ നോക്കിയ, വാഗ്ദത്തത്തെ നോക്കിയ 10 പേര് പറയുകയാണ്, ഒരു കാരണവശാലും കനാൻ ദേശം പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ 2 പേര് യോശുവയും കാലേബും പറയുക,
പറയുകയാണ്. അവരെ ഇസ്രായേൽ ജനം നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ മതി, ഉടനെ ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവം ദൈവത്തെയും മോശയെയും ഒരുപോലെ നോക്കി പിറുപിറുക്കുവാനായിട്ട് തുടങ്ങും. അവരത് തന്നെ ചെയ്തു, നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുവാനായിട്ട് പോകുകയാണെന്ന് ഓർത്തിട്ട് അവർ നിലവിളിക്കുകയാണ്. എന്നാൽ യോശുവയും കാലേബും അവരെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ബലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നവരാകാം. ഒരു കാരണവശാലും അവിശ്വാസത്തിൻ്റെ വാക്ക്, ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണ് നിങ്ങളും ഞാനുമെങ്കിൽ ഒരു കാരണവശാലും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തിയോട് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദൈവത്തെ ചെറുതാക്കുവാൻ, സർവശക്തനായ ദൈവത്തിൻ്റെ വലിപ്പത്തെ നിന്റെ വലിപ്പത്തോളം കളയുവാനായിട്ട് ഒരു കാരണവശാലും ശ്രമിക്കരുത്. അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. നിന്റെ ഹൃദയം ചെറുതാണ്, നിന്റെ വിശ്വാസ കണ്ണ് ചെറുതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലിപ്പം നിനക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. ഇവിടെ വിശ്വാസ കണ്ണ് തുറന്നു നോക്കിയ കാലേബും യോശുവയും ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ബലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, യഹോവയായ ദൈവം ഈ ദേശം വാഗ്ദത്തമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ തോൽപ്പിച്ചിരിക്കും. വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് കാലേബ് ഇസ്രായേൽ ജനത്തെ ബലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ യഹോവയായ ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒത്തിരി പ്രാവശ്യം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ തെറ്റ് ക്ഷമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചെങ്കടലിൽ വച്ച് പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിറുപിറുത്തു. ശൂർ മരുഭൂമിയിൽ വച്ച് പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിറുപിറുത്തു. സീൻ മരുഭൂമിയിൽ വച്ച് പിറുപിറുത്തു. രഫീദീമിൽ വച്ച് പിറുപിറുത്തു. പക്ഷേ യഹോവയായ ദൈവം പലയിടത്തും അവരോട് ക്ഷമിച്ചു. മുന്നോട്ട് തന്നെ പോകുവാനായിട്ട് അവർക്ക് അനുവാദം കൊടുത്തു. ചെങ്കടലിൽ നിന്ന് മുന്നോട്ട് തന്നെ പോയി ദൈവം ക്ഷമിച്ച് കാദേശ് ബർണ എന്ന സ്ഥലത്ത് വന്ന് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ദൈവത്തിനെതിരെ, സർവശക്തനായ ദൈവത്തിനെതിരെ അവിശ്വാസം പറഞ്ഞ ഇസ്രായേൽ ജനത്തോട് ദൈവം ക്ഷമിക്കുന്നില്ല. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചെങ്കടലിൻ്റെ പുറപ്പാട് 14 ഞാൻ പറഞ്ഞു, ചെങ്കടലിൻ്റെ മുന്നിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നത് യഹോവയായ ദൈവമാണ്. നേരെ പോകേണ്ട ഒരു തിരിവ് എടുക്കുവാനായിട്ടും ചെങ്കടലിൻ്റെ മധ്യത്തിൽ മുന്നിൽ കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ടെസ്റ്റാണ്, പരീക്ഷ. ആ പരീക്ഷ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. വിശ്വാസം ശോധന ചെയ്യപ്പെടും. നിങ്ങൾ ആ പരീക്ഷ നേരിടണം. കർത്താവ് നിങ്ങളെ കവർ ചെയ്യും. നിങ്ങൾക്ക് പുറത്തു വരുവാനായിട്ട് സാധിക്കും. ചെങ്കടലിൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനം നേരിട്ടത് ഇങ്ങനെ ഒരു പരീക്ഷയാണ്. ദൈവത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ആ ടെസ്റ്റിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ കാദേശ് ബർണയിൽ വച്ച് വീണ്ടും യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട്, ആവർത്തന പുസ്തകം 1-ാം അധ്യായം 40-ാം വാക്യം, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെടുവിൻ. ഈ ഒരു ദുർഘടം അവരുടെ ജീവിതത്തിൽ വന്നത് യഹോവയായ ദൈവം അനുവദിച്ചതല്ല, ഇസ്രായേൽ ജനം വിളിച്ചു വരുത്തിയ ഒരു പരീക്ഷയാണ്, ഒരു ദുർഘടമാണ്. അവരുടെ അനുസരണക്കേട്, അവരുടെ അവിശ്വാസം കാരണം വിളിച്ചു വരുത്തിയ ഒരു പരീക്ഷയാണ് അവർ കാദേശ് ബർണയിൽ നേരിടുവാനായിട്ട് ഇടയായി തീർന്നത്. അത് ആക്ച്വലി ഒരു പരീക്ഷയല്ല, ഒരു പണിഷ്മെൻ്റ് ആണ്, ഒരു ശിക്ഷയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശോധനയാകുന്ന പരീക്ഷ. ഒരു വാഗ്ദത്തം ദൈവം നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു തലമുറയുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനുള്ള വിശ്വാസം നിങ്ങൾ തെളിയിച്ചേ മതിയാവൂ. എങ്കിലേ ആ വാഗ്ദത്ത സന്തതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ. അത് തെളിയിക്കാത്തിടത്തോളം വാഗ്ദത്ത സന്തതി വരത്തില്ല. പക്ഷേ അതിനെതിരെ, ആ കുഞ്ഞു വരാത്തതിനെതിരെ പിറുപിറുക്കുവാനും കൂടെ
തുടങ്ങിയാൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ബാലശിക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നു, ബാലശിക്ഷ നിങ്ങൾ നേരിട്ടേ മതിയാകത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളെ ഈ ഭൂമിയിൽ സകല നന്മയും തന്ന് ഇങ്ങനെ സമാധാനത്തിലാക്കി വെക്കണം എന്നുള്ളത് മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നീ നിത്യരാജ്യത്തിലെത്തണം, കർത്താവിനോട് കൂടി അത്താഴം കഴിക്കണം. അവിടെയാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം കൊണ്ടുള്ള ആ പേർപ്പസ് നിറവേറുന്നത്. അല്ലെങ്കിൽ ആ ക്രൂശ് മരണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദൂത് അനുസരിച്ചില്ലെങ്കിൽ, അനുസരണക്കേടുകൾ കാണിക്കുവാനായിട്ട് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പണിഷ്മെൻറ്റുകൾ ഉണ്ടാകും, ബാലശിക്ഷയുണ്ടാകും. നിങ്ങളത് നേരിട്ടേ മതിയാകത്തുള്ളൂ. ഈ അവിശ്വാസം പറഞ്ഞ ഇസ്രായേൽ ജനം 40 വർഷക്കാലം തിരിഞ്ഞു നടക്കുവാനായിട്ട് പറയുകയാണ്. നേരെ പോയാൽ അവർക്ക് വാഗ്ദത്ത ദേശത്ത് അടുത്ത് യോർദാൻ കടന്ന് കാൽ ചവിട്ടുന്നത് ഗിൽഗാൽ എന്ന സ്ഥലത്താണ്. അത് വാഗ്ദത്ത ദേശമാണ്, അവർ കാത്തിരുന്ന നന്മയാണ്. എന്നാൽ വാഗ്ദത്ത ദേശത്തിൻ്റെ തൊട്ടടുത്ത് വച്ച് അവർ തിരിഞ്ഞു നടക്കേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം ഒരു ദൂത് പറഞ്ഞു നിങ്ങളുടെ അടുത്തുനിന്ന് വയ്ക്കുക. അത് ഏകദേശം അടുത്തെത്തുമ്പോൾ ഉറപ്പായിട്ടും ഡോറിൻ്റെ തൊട്ടടുത്ത് സാത്താൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. തൊട്ട് വെളിയിലായിട്ട് നിങ്ങൾക്കൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് ഒരു ദൂത് ലഭിച്ചു എന്ന് വയ്ക്കുക. ഏകദേശം നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കൊക്കെ പറഞ്ഞ് നടന്ന് അതിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ ഉപദേശിക്കും. ഡോക്ടറിനെ പോയി കണ്ടാലോ? നിങ്ങൾക്ക് മനസ്സ് ചലിക്കുവാനായിട്ട് തുടങ്ങും. പോണോ വേണ്ടേ? അവിശ്വാസം വരും. ഉറപ്പായിട്ട് മനസ്സിലാക്കുക, ഒരു നന്മ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആ വാതിലിൻ്റെ പുറത്ത് ഉറപ്പായിട്ടും സാത്താൻ നിൽപ്പുണ്ടായിരിക്കും. നിങ്ങളെ വഴി തിരിച്ചു വിടാനായിട്ട് സാത്താൻ നിൽപ്പുണ്ടായിരിക്കും. ഇവിടെയും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വാഗ്ദത്ത ദേശത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ സാത്താൻ ഇടപെട്ടു, ശത്രു ഇടപെട്ടു. അവരുടെ ആ ടെസ്റ്റിൽ അവർ തോറ്റു, അവിശ്വാസം പറഞ്ഞു, അവർ തിരിഞ്ഞു നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ 40 വർഷക്കാലം മരുഭൂമി ചുറ്റി തിരിഞ്ഞ് 40 വർഷം ചുറ്റിത്തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് ഒരു വിധത്തിൽ അവർ തിരിച്ച് വീണ്ടും വാഗ്ദത്ത ദേശത്തിലേക്ക് നടക്കുവാൻ ദൈവം അവർക്ക് അനുവാദം കൊടുക്കുന്നതായിട്ട് നമുക്ക് വചനം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ വർഷങ്ങളായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, കർത്താവിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാമോ? ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ കടുത്ത പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടിരിക്കുന്നെങ്കിൽ, ഉത്തരമില്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവത്തോട് അനീതി കാണിച്ചോ എന്ന് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. അതാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടത മാറാതിരിക്കുന്നത്, സാമ്പത്തിക പ്രതിസന്ധി മാറാതിരിക്കുന്നത്, നിങ്ങളുടെ തലമുറ മാറി വരാത്തത്? എവിടെയെങ്കിലും വാഗ്ദത്ത ലംഘനം നടന്നോ? ദൈവത്തിന് കൊടുക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത കുഞ്ഞിനെ പിടിച്ച് പോലീസോ അല്ലെങ്കിൽ IAS ഓഫീസറോ ഒക്കെ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നുണ്ടോ? എങ്കിൽ ദയവായിട്ട് തിരിച്ചറിയുക, തെറ്റ് തിരുത്തുക. അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഉള്ളങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉള്ളതായിരിക്കാം. പരീക്ഷകളെ നേരിട്ടിട്ടുണ്ടാകും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ ദൂതുകളെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാകും, അവിശ്വാസം പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു പക്ഷേ അനുഭവമുള്ളവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വാഗ്ദത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തെന്നി മാറിപ്പോയിട്ടുണ്ടാകും. മരുഭൂമി ചുറ്റി നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും, അതിൽ സംശയമില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്നത്തെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടു. മരുഭൂമി ചുറ്റി 40 വർഷക്കാലം മരുഭൂമി ചുറ്റി നടന്ന ഇസ്രായേൽ ജനത്തോട് ഒടുവിൽ 40 വർഷമായപ്പോൾ പണിഷ്മെൻറ്റ് കഴിയുകയാണ്. യഹോവയായ ദൈവം മോശയിലൂടെ വീണ്ടും ദൂത് കൊടുക്കുകയാണ്, വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുക. രണ്ടാമത് ഒരവസരം കൂടെ അവരുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇസ്രായേൽ ജനം
വാഗ്ദത്ത ദേശത്തിലേക്ക് നടക്കുന്നു. അവർ യോർദാൻ്റെ മുൻപിൽ വരുന്നു. യോർദാൻ രണ്ടായി വഴിമാറുന്നതെല്ലാം നമുക്ക് വചനം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോർദാൻ കടന്നിട്ട് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് കാലുകുത്തുകയാണ്. രണ്ടാമത്തെ അവസരത്തിൽ അവർക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് അനുവാദം ലഭിക്കുന്നു. ഗിൽഗാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്രായേൽ ജനം കാൽ കുത്തുന്നതായിട്ട് നമുക്ക് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വാഗ്ദത്ത ദേശത്ത് കാൽ കുത്തിയ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിൻ്റെ നന്മ അനുഭവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യഹോവയായ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ചില പരിച്ഛേദനകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉരുൾ. കഴിഞ്ഞ കാലത്തെ ഉരുട്ടിക്കളയുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. കഴിഞ്ഞ കാലവുമായിട്ട് ഒരു പരിച്ഛേദന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകൂ. ഈ ഗിൽഗാലിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പലപ്പോഴും വാഗ്ദത്തം തെറ്റിപ്പോകുന്നത്, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നത് ഈ ഗിൽഗാലിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. വാഗ്ദത്ത ദേശത്ത് കാൽ ചവിട്ടിയാൽ പോലും ആ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയല്ല, നിങ്ങളുടെ ഉള്ളം ശരിയല്ല. ഈ ഗിൽഗാലിൻ്റെ അനുഭവം നിങ്ങളുടെ ഉള്ളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം വചനം തന്നെ പറയുന്നു, ഉരുട്ടിക്കളയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലതിനെയെല്ലാം ഉരുട്ടി മാറ്റുക. ഒന്ന്, കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക, വേരോടെ പിഴുതെറിഞ്ഞ് കളയുക. അതിൻ്റെ ഓർമ്മ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത വിധത്തിൽ നിങ്ങളുടെ ഉള്ളത്തിൽ പാപം ഏറ്റുപറഞ്ഞ് നിങ്ങൾ വിടുതൽ പ്രാപിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം നിറവേറുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വൻമതിലുകളെയും ഇടിച്ചിടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പാപം ഏറ്റുപറയുക. പിന്നീട് പാപം നിങ്ങൾ ഏറ്റുപറയാറുണ്ടായിരിക്കും ഉറപ്പായിട്ടും. എന്നാൽ ആഴത്തിൽ കുഴിച്ചിടപ്പെട്ട പാപങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക. എവിടെയെങ്കിലും ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും എൻ്റെ ഉള്ളത്തിൽ കുഴിച്ചിടപ്പെട്ട നിലയിലുണ്ടെങ്കിൽ പുറത്തെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെ നിങ്ങൾ ചോദിക്കുക. ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്മേൽ ബോധ്യം തരും. നിങ്ങൾക്ക് ആ പാപത്തെ എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് മുറിവുകൾ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടായ മുറിവുകൾ പലരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. മാതാപിതാക്കൾ നിങ്ങളോട് ശരിയായിട്ട് പെരുമാറിയിട്ടുണ്ടാകില്ല. അമ്മായിയമ്മ ശരിയായിട്ട് പെരുമാറിയിട്ടുണ്ടാകില്ല. സുഹൃത്തുക്കൾ നിങ്ങൾക്ക് മറക്കാനാവാത്ത മുറിവുകൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വെച്ച് തന്നിട്ടുണ്ടാകാം. വലിയ മുറിവുകൾ, പല ബന്ധങ്ങളിൽ നിന്നും വലിയ മുറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ക്ഷമിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളം വേദനിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ മുറിവുകൾ ഒന്നും ഉണങ്ങിയിട്ടില്ല. ഇന്നർ ഹീലിംഗ് നടക്കാത്ത ഒരു ഹൃദയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട്, വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളം തുറന്ന് ഒന്ന് നോക്കുക. കഴിഞ്ഞ കാലത്തിൽ ആരൊക്കെയാണ് നിങ്ങളെ വേദനിപ്പിച്ചത്? ആരൊക്കെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയത്? എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് അടികിട്ടി? മക്കൾ നിങ്ങളെ വേദനിപ്പിച്ചുവോ? അമ്മായിയമ്മ വേദനിപ്പിച്ചുവോ? ഭർത്താവ് വേദനിപ്പിച്ചുവോ? ഭാര്യ വേദനിപ്പിച്ചുവോ? സകലരോടും ക്ഷമിച്ചു കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. മുറിവുകൾ ഉണക്കപ്പെടുന്നതോടൊപ്പം ആരാണോ നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി തന്നത്, അവരോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ട് തയ്യാറാവുക. കാരണം ഈ മുറിവ് നിങ്ങൾക്ക് ഇന്ന് ഈ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ പാപങ്ങളെ കാൽവരി ക്രൂശിൽ ഒരുവൻ ഏറ്റെടുത്ത് ഹൃദയപൂർവ്വം നിങ്ങളോട് ക്ഷമിച്ചത് കൊണ്ടാണ്. സൗജന്യമായിട്ടൊരു ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ട് കഴിയുന്നത്. ഈ ക്ഷമിക്കാത്ത അനുഭവങ്ങൾ, മുഖത്തു നോക്കി നിങ്ങൾ ചിരിക്കുന്നുണ്ടാകാം, സംസാരിക്കുന്നുണ്ടാകാം, എന്നാൽ നിങ്ങളുടെ ഉള്ളത്തിൽ ഈ മുറിവുകൾ കിടക്കുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാത്ത അനുഭവങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പരിശോധിച്ച് നോക്കുക.
എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളത്തെ ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കേണ്ടതെന്ന് ഒരു ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ യോശുവയുടെ പുസ്തകം തന്നെ 7-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ഹായ് പട്ടണം കീഴടക്കുവാനായിട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹായ് പട്ടണം ഒരു ചെറിയ പട്ടണമാണ്. എരിഹോവിനെ വച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പട്ടണമാണ്. ഈ പട്ടണം കീഴടക്കുവാനായിട്ട് 2000-ഓ 3000-ഓ ആൾക്കാരുടെ ആവശ്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്രായേൽ ജനം ഹായ് പട്ടണം കീഴടക്കുവാൻ 3000 ആൾക്കാരെ 2000 ആൾക്കാരെ പറഞ്ഞയക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ആ പട്ടണം പിടിക്കുന്നതിൽ തോറ്റ് തുന്നം പാടുന്നതായിട്ട് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോശുവ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ മുന്നിൽ വന്ന് വീണ് കിടക്കുകയാണ്. യോശുവയ്ക്ക് മനസ്സിലായി ഹായ് പട്ടണം പിടിക്കുവാനായിട്ട് പറ്റാത്തത് ഇസ്രായേൽ പാളയത്തിൽ എന്തോ ഒരു വലിയ പാപം സംഭവിച്ചു. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സഹായം ഇസ്രായേൽ ജനത്തിന് ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമായിട്ട് എന്തോ പാപം ഇസ്രായേൽ ജനത്തിൽ സംഭവിച്ചു. അതുകൊണ്ടാണ് ഹായ് പട്ടണത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ചെറിയ ഒരു പട്ടണമായിട്ട് പോലും തോൽവി സംഭവിച്ചതെന്ന് യോശുവയ്ക്ക് മനസ്സിലാകുന്നു. യോശുവ ഉടൻ തന്നെ വസ്ത്രം കീറി. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം, യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ വന്ന് വീണ് കിടക്കുകയാണ്. തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് യോശുവ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ വീണ് കിടക്കുന്നു എന്ന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു പാപം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം വേണമെന്ന് നിങ്ങൾ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സ്. ദൈവസന്നിധിയിൽ താണ് വീണ് കിടക്കുക. നിങ്ങളെ തന്നെ താഴ്ത്തി, പൊടിയോളം താഴ്ത്തി യോശുവ പെട്ടകത്തിൻ്റെ മുൻപിൽ കിടന്നതുപോലെ, തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് കിടന്നതുപോലെ പോയി ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ താണ് വീണ് ദൈവത്തോട് അപേക്ഷിക്കുക. എൻ്റെ ഉള്ളത്തിന് സൗഖ്യം വേണം. ദൈവം തുറന്ന രക്ഷയുടെ അനുഭവം പകുതിയെങ്കിലും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നമുക്ക് ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ക്രൂശിൽ നേടിത്തന്ന സൗഭാഗ്യം, ക്രൂശിൽ നേടിത്തന്ന രക്ഷ, ക്രൂശിൽ നേടിത്തന്ന സമാധാനം, ക്രൂശിൽ നേടിത്തന്ന ജീവൻ കൊടുത്ത് നേടിത്തന്ന സന്തോഷം, ഇതിൻ്റെ 10% ഒരു വിശ്വാസി നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഉള്ളം ശരിയല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മുറിയിൽ താണ് വീണ് കിടക്കുക. ദൈവത്തോട് പറയുക, എവിടെയാണ് ദൈവഹിതമല്ലാത്ത കഴിഞ്ഞ കാല പാപങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ പാപം ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകാം. എന്നാൽ അത് കുഴിച്ചിടപ്പെട്ട അവസ്ഥയിൽ ഉള്ളത്തിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുവാനായിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുക. അത് എടുത്തു മാറ്റിക്കളയുക. അതുപോലെ ഈ മുറിവുകളെ ഉണക്കുവാനായിട്ട്, ഈ പാപത്തെ കണ്ടുപിടിക്കുവാനായിട്ട് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം. കഴിഞ്ഞ കാലത്തെ പാപം എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം അല്ലെങ്കിൽ ആഴ്ച തോറും മാസം തോറും നിങ്ങളുടെ ജീവിതത്തെ ചെക്ക് ചെയ്യാം. ഇവിടെ ഇസ്രായേൽ പാളയത്തിൽ ഹായി പട്ടണം പിടിക്കുവാൻ പോയ ഇസ്രായേൽ പാളയത്തിൽ ഒരു തോൽവി സംഭവിച്ചപ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, ശപഥാർപ്പിത വസ്തു പാളയത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം കോപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തോട്. എന്നിട്ട് യോശുവയോട് യഹോവയായ ദൈവം പറയുകയാണ്, താണ് വീണ് പെട്ടകത്തിൻ്റെ മുൻപിൽ കിടന്ന, തലയിൽ മണ്ണ് വാരിയിട്ട് കൊണ്ട് കിടന്ന യോശുവയുടെ മുൻപിലേക്ക് അവൻ്റെ ഉള്ളത്തിൻ്റെ താഴ്മ കണ്ട ദൈവം, യോശുവയ്ക്ക് വേണ്ടി അല്ല യോശുവ കിടക്കുന്നത്, ഹോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് യോശുവ കിടക്കുകയാണ്. എന്നിട്ട് അവിടെ ദൈവം ഇറങ്ങി വന്നു. ആ താഴ്മയിൽ, ആ വിനയത്തിൽ, ആ ഉടഞ്ഞ മനസ്സിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നിട്ട് യോശുവയോട് പറയുകയാണ്, നാളെ നീ ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടുക, ഗോത്രം ഗോത്രമായി വിളിക്കുക, അത് കഴിഞ്ഞിട്ട് കുറെ കൂടെ താഴ്ത്തി കുലം കുലമായിട്ട് വിളിക്കുക, അത് കഴിഞ്ഞിട്ട് കുടുംബം കുടുംബമായിട്ട് വിളിക്കുക, അത് കഴിഞ്ഞിട്ട് ആളാം പ്രതി വിളിക്കുക. അപ്പോൾ നിനക്ക് ആളെ പിടിക്കുവാനായിട്ട് സാധിക്കും. ആരാണ് ഇസ്രായേൽ പാളയത്തിൽ പാപം ചെയ്തത്? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപം നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ ഒരു എഫേർട്ട് എടുക്കുക. ഗോത്രം ഗോത്രമായി, കുലം കുലമായി, കുടുംബം കുടുംബമായി, പിന്നെ ആളാം പ്രതി. ജനറലി നിങ്ങൾക്ക് തെറ്റാണെന്നറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില തെറ്റുകൾ, ഒരു കള്ളം പറഞ്ഞാൽ നമുക്കറിയാം
നമ്മൾ തെറ്റ് സംഭവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ജനറലി ചെയ്യുന്ന പാപങ്ങൾ വേഗത്തിൽ പിടിക്കുവാനായിട്ട് സാധിക്കും. ഗോത്രമായിട്ടും കുലമായിട്ടും കുടുംബമായിട്ടും ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ചെയ്ത പാപം എന്താണ്, ഇരുന്നാലോചിക്കുക. നാവ് കൊണ്ട് ചെയ്ത പാപം എന്താണ്, ചെവി കൊണ്ട് എന്തൊക്കെയാണ് മോശം വാക്കുകൾ കേട്ടത്, ഇങ്ങനെ ആലോചിക്കുക. ഒരു ദിവസം എന്തെല്ലാം പാപങ്ങൾ ദൈവപ്രസാദം ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കൈകൊണ്ട്, എൻ്റെ കാലുകൊണ്ട്, എൻ്റെ നാവുകൊണ്ട്, ആളാം പ്രതി എൻ്റെ ഉള്ളം കൊണ്ട്, പെട്ടെന്ന് ആർക്കും അറിയത്തില്ല, ഉള്ളം കൊണ്ട് എത്ര പേരോട് ദേഷ്യപ്പെട്ടു, എത്ര പേരെ ശപിച്ചു, എത്ര പേരെ വഴക്ക് പറഞ്ഞു. ഇരുന്ന് ആലോചിക്കുക. യോശുവ എടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകണമെങ്കിൽ, ബന്ധനം അഴിയണമെങ്കിൽ, കാൽവരി ക്രൂശിലെ യഥാർത്ഥ സ്നേഹം നീ അറിയണമെങ്കിൽ, യഥാർത്ഥ സമാധാനം അറിയണമെങ്കിൽ, യഥാർത്ഥ സന്തോഷം അറിയണമെങ്കിൽ, വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ ഒരു മനോഭാവം നമുക്ക് കൂടിയേ തീരൂ. ഇരുന്ന് ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊടുവിൽ പാപങ്ങളുടെ എണ്ണം കുറയുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മുറിവുകൾ ഉണക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ബന്ധങ്ങൾ ശരിയാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൈവരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമെങ്കിൽ ഇതാണ് ഗിൽഗാലിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്തിലെ എല്ലാ പാപങ്ങളെയും, എല്ലാ മുറിവുകളെയും, എല്ലാ വേദനകളെയും, ക്ഷമിക്കാത്ത അനുഭവങ്ങളെയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇരുന്ന് ആലോചിച്ച് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനപ്പെടുവാനുള്ള ഒരു സമയം അനുവദിക്കുക. ഈ പരിച്ഛേദന കഴിഞ്ഞ ശേഷം അവിടെ വചനം പറയുന്നു, യോശുവ അവർക്ക് സൗഖ്യമാകുന്നത് വരെയും അവർ ഇസ്രായേൽ പാളയത്തിൽ ഗിൽഗാലിൽ തന്നെ താമസിച്ചു എന്ന് ഈ വചനം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമയമെടുത്ത് നിങ്ങളുടെ കുറവുകൾ അല്ലെങ്കിൽ വേദനകൾ, നിങ്ങളുടെ ക്ഷമിക്കാത്ത അനുഭവങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സൗഖ്യം കിട്ടുവാനായിട്ട്, മനസ്സിൽ സന്തോഷം, യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ ആത്മസന്തോഷത്തിൻ്റെ നിറവ് വന്ന് നിറയുന്നത് വരെയും ഒരു ഹീലിങ്ങിനുള്ള സമയം, ആന്തരിക സൗഖ്യത്തിനുള്ള ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ ഉള്ളങ്ങൾക്ക് അനുവദിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഗിൽഗാലിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എരിഹോ ഗിൽഗാലിൽ കാലുകുത്തിയ ഇസ്രായേൽ ജനം ആ ദേശത്തിൻ്റെ വിളവ് കൊണ്ട് ആഹാരം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആന്തരിക സൗഖ്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ വാഗ്ദത്ത ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ ഒരു അനുഭവത്തിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് വാഗ്ദത്ത ദേശത്തിൽ കാൽ ചവിട്ടിയാലും സമാധാനമോ സന്തോഷമോ സമൃദ്ധിയോ ഒന്നും അനുഭവിക്കുവാനായിട്ട് എപ്പോഴും ഒരു അസംതൃപ്തി അനുഭവിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പാപങ്ങൾ നിങ്ങളെ ഞെരുക്കുന്നത് കൊണ്ടാണ്, മുറിവുകൾ ഉണങ്ങാതെ കിടക്കുന്നത് കൊണ്ടാണ്. ഇത് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സാത്താന് നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം കെടുത്തുവാനായിട്ട് ഇതൊരു വഴിയായി കിടക്കുന്നത് കൊണ്ടാണ്, ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഇസ്രായേൽ ജനം പരിച്ഛേദന ഏറ്റു, കഴിഞ്ഞ കാലത്തെ മുറിച്ചു മാറ്റി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. അതിനുശേഷം അവർ ആദ്യമായിട്ട് ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുന്നു. ആ ദേശത്തിൽ നിന്ന് പുളിപ്പില്ലാത്ത അപ്പവും മലരും കഴിച്ച ഉടനെ മന്ന നിന്നുപോയി എന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഗിൽഗാലിൻ്റെ അനുഭവം കഴിഞ്ഞ് ദേശത്തിലെ വാഗ്ദത്ത ദേശത്തിലെ നന്മ അനുഭവിച്ച ബലം പ്രാപിച്ച അടുത്ത സ്റ്റെപ്പാണ് എരിഹോ മതിലിനെ ഇസ്രായേൽ ജനം തകർത്തിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ, 6-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ദേശത്ത് കാൽ ചവിട്ടി അവർ ഓരോ ദേശമായിട്ട് പതുക്കെ യുദ്ധം ചെയ്ത് സ്വന്തമാക്കുവാനായിട്ട് തുടങ്ങി. ആ ജയങ്ങൾക്കെല്ലാം പിന്നിൽ ഈ ഒരു അനുഭവം, ആദ്യം ഒരു പരിച്ഛേദനയുടെ അനുഭവം കഴിഞ്ഞ ശേഷമാണ് ഒരു ഗിൽഗാലിൻ്റെ അനുഭവം, ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം കഴിഞ്ഞ ശേഷമാണ് ഓരോ ശത്രുവിനെയും അവരെ തോൽപ്പിക്കുവാനായിട്ട് തുടങ്ങിയത്. എരിഹോ മതിലിനെ തകർത്ത് താഴെയിട്ടിട്ട് എരിഹോ പട്ടണം അടച്ചുറപ്പാക്കിയ, കോട്ട കൊണ്ട് കെട്ടി അടച്ചുറപ്പാക്കിയ എരിഹോ പട്ടണത്തെ വിശ്വാസത്തോടുകൂടെ അവർക്ക്
തകർത്തിടുവാനായിട്ടും ആ പട്ടണം പിടിച്ചെടുക്കുവാനും കഴിഞ്ഞത് ഈ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഉള്ളങ്ങളിൽ ഒരു ആന്തരിക സൗഖ്യമുണ്ടാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ പല വിഷയങ്ങളിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാത്തത് ഈ മുറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. പാപം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. സാത്താന് നിങ്ങളുടെ ഉള്ളത്തിൽ കടന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ അവിശ്വാസം കൊണ്ടിടുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ആന്തരിക സൗഖ്യം നടന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനല്ലാതെ നിങ്ങളെ ആർക്കും ചലിപ്പിക്കുവാൻ സാധിക്കത്തില്ല. അപ്പോഴേക്കും വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമേ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിക്കുക. യോശുവ ചെയ്തതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് താണ് ചെല്ലുക. എന്നിട്ട് നിങ്ങളുടെ ഉള്ളങ്ങളെ ഒന്ന് തൊടുവാനായിട്ട്, ആ മുറിവുകളെ ഒന്ന് ഉണക്കുവാനായിട്ട്, എത്ര സ്നേഹമുള്ളവരെ ഏൽപ്പിച്ച മുറിവായാലും അതിനെ ഒന്ന് ഉണക്കി തരുവാനും ആ ഉള്ളത്തിൽ ആത്മാവിൻ്റെ സന്തോഷത്തെ നിറയ്ക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ഒരു ഹീലിംഗ് നടന്നാൽ വിശ്വാസം തിളച്ചു മറയുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിശ്വാസത്തെ ശത്രുവിന് തൊടാൻ പറ്റാത്ത ഒരു ഉയരത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഉള്ളം ഉയരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഗിൽഗാലിൻ്റെ അനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമുണ്ടാകും. മുന്നോട്ട് പോകാൻ തടസ്സമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന സകല എരിഹോ പട്ടണങ്ങളും എത്ര ശത്രു അടച്ചുറപ്പാക്കിയതാണെങ്കിലും അതിനെ തകർത്ത് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മുൻപിൽ എത്ര തിരയടിക്കുന്ന ചെങ്കടലുണ്ടെങ്കിലും അതിൻ്റെ മധ്യേ ഉണങ്ങിയ നിലം കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് മറുകര വിശ്വാസത്തോടെ നടക്കുവാനായിട്ട് സാധിക്കും. വചനം അത് ഉറപ്പ് തരുന്നു. പക്ഷേ ദൈവം പറയുന്ന വ്യവസ്ഥകൾ നിങ്ങൾ അനുസരിക്കണം. ഈ വ്യവസ്ഥകൾ, ഈ ഒരു പാപക്ഷമയുടെ അനുഭവം, മുറിവുണക്കുന്ന അനുഭവം, ഈ ക്ഷമിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ വലിയ വലിയ ആത്മീക രഹസ്യങ്ങളെയും നിങ്ങൾക്ക് പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമോ? ദൈവത്തോടു കൂടെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കണമോ? ദൂതന്മാരെ കാണണമോ? സ്വർഗീയ ദർശനങ്ങളെ കാണണമോ? ഭൗതിക നന്മ മാത്രമല്ല, ആത്മീക നന്മ പ്രാപിക്കണമോ? വചനത്തിൽ ആർക്കും തുറന്നിട്ടില്ലാത്ത വെളിപ്പാടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നേരിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ആത്മിക രഹസ്യങ്ങളെ തുറന്നു തരും. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ശുദ്ധീകരണം നിങ്ങളുടെ ഉള്ളങ്ങളിൽ എടുക്കുക. ഈ ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോയാൽ ദൈവ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ആത്മകണ്ണുകൾ തുറക്കും. ദർശനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. വ്യാഖ്യാനങ്ങൾ ദൈവം തരും. സകല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയും ഫലങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളിലെല്ലാം ഗിൽഗാലിൻ്റെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. സർവ്വ പ്രതിസന്ധികളെയും എരിഹോ മതിലുകളെയും തകർത്ത് നിങ്ങളുടെ വിശ്വാസ ജീവിതം ആത്മീകമായിട്ടും ഭൗതികമായിട്ടും നിങ്ങൾ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.